നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും. വിമാനമാർഗമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, തലസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഉഭയകക്ഷി ചർച്ചകളെല്ലാം സജീവമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നിപ്പോൾ രാവിലെ ഒരുപാട് പേരെ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴാകും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുക? സ്വപ്ന, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ വി ഡി സതീശൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വിമാനമാർഗമാണ് കൊച്ചിയിൽ നിന്ന് പോവുക. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. വലിയ ഒരു സ്വീകരണം തന്നെ ഇന്നലെ ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് നിരവധി പ്രവർത്തകരാണ്, UDF പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം വയലാർ രവിയെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നെട്ടൂരിലെ വീട്ടിലൊക്കെ പോയിരുന്നു. അതായത് വി ഡി സതീശൻ്റെ കുടുംബ വീട്ടിലടക്കം അദ്ദേഹം ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തേവരയിലേക്കാണ് പോവുക. അവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ വിമാനത്താവളത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോവുക. ഇന്ന് രാവിലെ തന്നെ വി ഡി സതീശനെ നേരിൽ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനുമായിട്ട് നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ഇടവേള ബാബു, ടിനി ടോം അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്താനായിട്ട് ഇന്ന് എത്തിയിരുന്നു. പ്രധാനമായിട്ടും ഇടവേള ബാബു അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പറഞ്ഞത് അദ്ദേഹത്തെ കണ്ട് അഭിവാദ്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ എത്തിയത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനു മുൻപ് MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാം തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു MLA ആയിരുന്നു വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇനി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. ഒപ്പം തന്നെ നിരവധി മറ്റ് ആളുകളും കൂടി എത്തിയിരുന്നു. പ്രത്യേകിച്ച് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായിരുന്ന A സുരേഷ് അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് എത്തിയിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളും ഇന്ന് എത്തിയിരുന്നു. പ്രധാനമായിട്ടും അവർ വന്നതിന് ശേഷം ഈ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവർ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ചില പദ്ധതികൾ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം തന്നെ പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികൾ കൂടി വ്യക്തമാക്കിയത്. ഏതായാലും വി ഡി സതീശൻ ഇന്നലെ എത്തിയതാണ്. ഇന്നലെ എറണാകുളത്ത് എത്തിയതിന് ശേഷം അദ്ദേഹം പല ആളുകളുമായിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. തിങ്കളാഴ്ച നടക്കുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം അതിന് മുന്നോടിയായിട്ട് പൂർത്തീകരിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇനി ഇപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹം പോകുമ്പോൾ, ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയാണ്. ഇനി ഏതായാലും തിരിച്ചുവരവ് ഏതായാലും മുഖ്യമന്ത്രിയായി തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രവർത്തകരും ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് സത്യപ്രതിജ്ഞയും അടക്കം കഴിഞ്ഞ് അധികാരമേറ്റതിന് ശേഷം മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ തിരിച്ച് പറവൂരിലേക്ക് തൻ്റെ വീട്ടിലേക്ക് വസതിയിലേക്കൊക്കെ പോകുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് അനുമോദനമൊക്കെ അർപ്പിക്കാനൊക്കെ എത്തുന്നുണ്ട്.